ഐഫോണാന്ന് പറഞ്ഞിട്ട് ഐഫോണിൽ ഇതെന്തോ ഒരുമാതിരി പെയിന്റ് അടിച്ച പോലെ ഗൈസ്. ഇത് ഞാനല്ല, ഇത് എന്റെ കളറൊന്നല്ല, ഇതെന്തല്ലോ പെയിന്റ് അടിച്ച പോലെയല്ല, മഞ്ഞ പെയിന്റ് അടിച്ച പോലെയല്ല. ഇതെന്ത് ഇങ്ങനെ? ഇതെന്ത് ഐഫോൺ ഇത് തുടക്കണോ എല്ലാം കൂടി? ഞാൻ ഒന്ന് ക്യാമറ തുടച്ചോക്കട്ടെ. ആ നല്ല ക്യാമറ തുടച്ചിട്ട് ഉള്ളില് മഞ്ഞ കളറായി. ഇതെന്തോന്നടേ ഈ മഞ്ഞ കളർ? ഫുള്ള് മഞ്ഞ കളറാണല്ലോ. ഞാനൊന്നല്ല, ഇത് വേറെ ആരുമാണ്. മഞ്ഞളില് മുഖ്യ പോലെ ഉണ്ട്. അപ്പൊ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ റൂം ടൂർ വീഡിയോ തരാമെന്ന് വിചാരിക്കുന്നു. റൂമിലിരുന്നു കൊണ്ട് വർത്തമാനം പറയാൻ നല്ല സുഖമുണ്ട്, പക്ഷെ പുറത്ത് വന്നിരുന്നിട്ട് വർത്തമാനം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നല്ല ടാസ്ക്കാണ്. എല്ലാവരും അപ്പുറം ഇപ്പുറം അപ്പുറം അപ്പുറം ആൾക്കാരുണ്ട്. എനിക്ക് കുറവാകുന്നു. അവിടെ നിന്ന് നല്ല ആൾക്കാർ നോക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്ന ഗൈസ്. ആ മൂടങ്ങ് പോകുന്നു വീഡിയോ എടുക്കാനുള്ള. റൂമിന്ന് പറയാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടോ, പക്ഷെങ്കിൽ ഇത് മൊബൈലാണല്ലോ എടുക്കുന്നത്. ഞാൻ മൈക്കും കാര്യങ്ങളൊന്നും കുത്തിയില്ല. ഡയറക്റ്റ് നോയ്സും ഈ മഴത്തുള്ളി വീഴുന്ന ഒച്ചകളും കിളികളുടെ കളനാദങ്ങളും പിന്നെ വെല്ലുപ്പ തൂർന്ന ഒച്ചയെല്ലാം കേൾക്കാൻ പറ്റും ചിലപ്പോൾ. എൻ്റെ അല്ല, അപ്പുറത്തെ പുറക്കത്തെ വെല്ലുപ്പ തൂർന്ന ഒച്ചയെല്ലാം കേൾക്കാൻ പറ്റും ചിലപ്പോൾ. നല്ല സഹിക്കാം തൽക്കാലത്തേക്ക്. ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്തത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ ഈ റൂമും കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല. എൻ്റെ ഇപ്പോൾ പുതിയ കുറച്ച് വീടിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചോദിക്കുന്നത് കാണുന്നുണ്ട്, റൂം ടൂർ വേണമെന്ന്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണ് ഉള്ളത് എന്നുള്ളത്. സോ ഞാൻ ഭയങ്കര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ഗൈസ്. കുറേ സമയം ഭയങ്കര വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. LGBT ലൈറ്റ് ഇല്ല, ഓക്കെ. LGBTQ ലൈറ്റ് ഞാൻ അതിൽ വെച്ചിട്ടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇപ്പൊ സമയം ഏകദേശം ഒരു 3-4 മണി അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ ഇത് ക്ലൈമറ്റ് ഏകദേശം ഒരു രാവിലെ 6 മണി പോലെ ഉണ്ട്. ഗൈസ്, നമുക്ക് നമ്മളെ റൂമിലേക്ക് പോകാം. ഇനി നമ്മള് ബ്ലോഗ് റൂമിലേക്ക് പോയിട്ട് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എല്ലാം കാണിച്ചു തരാം. ഓക്കെ. വെള്ളം കുടിക്കണം. വെള്ളം മുഖ്യ ബിഗ്. ഈ ഫോൺ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഫുള്ള് മഞ്ഞ കളറാണ്. എന്നെ മൊത്തം മഞ്ഞ കളർ. ഇതിപ്പോൾ അല്ല, ഇനി എന്തെങ്കിലും കുറച്ച് കളർ ഗ്രേ ആയിട്ടും ചേച്ചി മഞ്ഞ പോക്കണ്ടത്. ഫുള്ള് മഞ്ഞ കളറുള്ള ഗൈസ് ഐഫോണാണ് പോലും. ഇതിന് നല്ല ക്വാളിറ്റി എൻ്റെ ആൻഡ്രോയിഡിനുണ്ട്. ഇവിടുന്ന് നമുക്ക് നേരെ റൂമിലേക്ക് പോകാം. ഇങ്ങനെ വാതിൽ തുറന്നിട്ടാണ് വീട്ടിനകത്തേക്ക് കയറേണ്ടത്. ഇതിന് ബാൽക്കണി എന്നല്ല പറയാം, എന്താണെന്ന് മുകളിലത്തെ ഒരു സ്ഥലം. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ വന്നിരിക്കും. നല്ല രസമാണ്. ഞാൻ ഇത് തേങ്ങി പറയുന്നത് എനിക്കറിയത്തില്ല. നമുക്ക് ഇതാണ് ഗൈസിൻ്റെ റൂം. ഫസ്റ്റ് ഇതാണ് എൻ്റെ റൂമിൻ്റെ പിടി. ഈ റൂമിൻ്റെ പിടി ഇതാണ് എൻ്റെ റൂമിൻ്റെ പിടി. ഇതാണ് എൻ്റെ റൂമിൻ്റെ ചാവി. ഇത് എന്തിൻ്റെ ഒപ്പം കിട്ടിയ ലോക്കറ്റാണെന്ന് അറിയത്തില്ല. അതെടുത്ത് ഞാൻ നെല്ല് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഈ ചാവി ഇങ്ങനെ 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 ഒച്ച കേട്ട സംഭവം ഉണക്കി പിന്നെ മെല്ല ഇങ്ങനെയാണ് റൂം തുറക്കേണ്ടത്. ഇനി നമുക്ക് റൂമിലേക്ക് പ്രവേശിക്കാം. ഐശ്വര്യമായി റൂമിലേക്ക് പ്രവേശിക്കാം.
ഇതാണ് എൻ്റെ റൂമിൻ്റെ മൊത്തത്തിലുള്ളൊരു സെറ്റപ്പ്. എനിക്ക് ഇതിൽ കൂടുതൽ ഇനി ഒന്നും ഇതിൽ ചെയ്യാനില്ല ഗൈസ്. ഇനി എനിക്ക് ചെയ്യണമെന്നില്ല. അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇത് എൻ്റെ ബെഡ്. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചൊരു കണ്ടാലും ഇതാണ് എൻ്റെ ബെഡ്. ഇവിടെ ഞാൻ കയറി ഉറങ്ങും. ഇത് ചെറിയ ഒരു മേശ പോലത്തെ സാധനം. സോ ഇതിൽ എൻ്റെ മൊബൈൽ, ഇത് പേഴ്സ്, എൻ്റെ പവർ ബാങ്ക്, ഇത് ഫാനിന്റെ റിമോട്ട്, ഇത് എൻ്റെ ലൈറ്റിന്റെ റിമോട്ടർ, എൻ്റെ TWS. ഓക്കെ, ഇതാണ് ഫാൻ. ഈ ഫാനിന്റെ റിമോട്ടറാണ് അത്. ഓക്കെ, കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് കളർ ബ്ലാക്ക്. ഇത് വാള് ഗൈസ് സാധനം സ്റ്റിക്കറാണ്. ആ സ്റ്റിക്കർ ഒട്ടിച്ചതാണ് ഫുള്ളായിട്ട്. മൊത്തത്തിൽ ഞാനത് ഒട്ടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ടോന്ന് ആ ചുമര് മൊത്തത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ട് താഴെ വരെ ഒട്ടിച്ചതാണ് ഗൈസ്. ഫുള്ളായിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. സോ ഈ ബ്ലാക്കിൽ ഗ്രീൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് ചെറിയ. അത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാം. സോ അതാണ് ഞാൻ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുള്ളത്. ഇത് പിന്നെ ഞാൻ വാങ്ങിച്ചത് കുറച്ച് കൂടിപ്പോയി ഈ ചെടി. അപ്പൊ പിന്നെ ബാക്കി എടുത്ത് ഞാൻ ഇതിന്റെ മുകളിൽ കൊണ്ട് വെച്ച് ഗൈസ്. കൊള്ളാമെന്ന് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ നമ്മളെ കഴിഞ്ഞ പണ്ടത്തെ ആ വീട്ടിലത്തെ ആ സാധനം, ആ മൂൺ ലൈറ്റ്. ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ലൈറ്റ് ആക്കുന്നുണ്ട്. സൂപ്പറാണ്, സൂപ്പർ. പിന്നെ ഇത് എന്റെ ചെറിയ ഡ്രസ്സും കാര്യങ്ങളും ഒന്ന് ഹാങ് ചെയ്ത് വെക്കാൻ. സോ ഞാൻ ചിലപ്പോൾ ഒറ്റ ദിവസമൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോണ്ടിട്ട് ഇട്ടിട്ട് അപ്പാട് തിരുമ്പുന്നതിന് പകരം ചെറുതായിട്ട് ഇങ്ങനെ കൊളത്തിയിടും. എന്നിട്ട് പിന്നെ അടുത്ത പോക്കിന് പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് ഇടും. അങ്ങനെ വേണ്ടിട്ട് വെച്ചതാണ് ഗൈസ്. ഇത് നമ്മുടെ ജിജിസ് കൈസിലെ ഫുഷിറോനെ കാണുന്നുണ്ട്. ഫുഷിറോ, നമ്മളെ ഫുഷിറോ, ജെജക്കിലെ ഫുഷിറോ. ദെൻ ഇത് നമ്മുടെ മിറർ ഗൈസ്. ഇത് ഫുൾ അടി വരെ ഉണ്ട്. ഇതില് ഇതാക്കുവാണെങ്കിൽ ഇതില് നോക്കുവാണെങ്കിൽ എന്റെ തലയും കഴിഞ്ഞിട്ടും മോഡല് സ്പേസ് ഉണ്ട്. അത്രക്കും ഫുള്ളായിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണാം. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ടെക്സ്ചർ കൂടാൻ വേണ്ടിട്ട് 2 ചെടി കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്തിനാ ഇത് ഞാൻ ചോദിക്കണ്ട. ഇത് സിംഗിൾ ബെഡാണ് ഗൈസ്. മരമല്ല, ഇരുമ്പിന്റെ ബെഡാണ്. സോ ഇത്ര തടി വരുന്ന ഒരു ബെഡും കൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. കിടക്കാൻ നല്ല സുഖം. പിന്നെ ഇവിടെ നമ്മുടെ ഇത്താത്തേരി യൂജിന്റെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു ഇത്താത്തോറിയും അവിടെ ഒരു ഫൂജിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് ഇതെന്റെ ഇത് നെറ്റ്വർക്കിന്റെ വയറാണ്. സോ ഇങ്ങനെ പോയി ഇതിലൂടെ വന്ന് ഇതെന്റെ റൂം വൃത്തിയാക്കുന്ന. എനിക്ക് അടിച്ചു വരാനൊന്നും കഴിയത്തില്ല ഗൈസ്. അതുകൊണ്ട് ഇത് കരണ്ടി കുത്തി ഒറ്റ ഞെക്കലിന് സുയി പറഞ്ഞിട്ട് റൂം വൃത്തിയാക്കാൻ പറ്റും. ഈ സാധനത്തിൽ വന്ന് കച്ചറക്കും. ഇത് ഞെക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ട് കൊണ്ടുപോയി വേസ്റ്റ് ചാടിയാൽ മതി. പിന്നെ ഇതെന്റെ പുതിയ ലൈറ്റ്. നമ്മളെ പണ്ടത്തെ അംബ്രല്ല ലൈറ്റ് ആയിരുന്നു ഇത് വെച്ച് കഴിഞ്ഞാല് ഈ അംബ്രല എപ്പോഴും ഓപ്പൺ ചെയ്ത് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. റൂമില് ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നുന്നു. ആ അംബ്രല വരുമ്പോ ഒരു ഭംഗിയില്ല. അതുകൊണ്ട് അംബ്രല ഞാൻ എടുത്ത് ഒഴിവാക്കി. പകരം ഈ ലൈറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഷാഡോ കുറവാണ് ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈറ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്റെ ഓൾഡ് ലാപ്ടോപ്പ്, ഇതിന്റെ ഓൾഡ് മോണിറ്റർ തന്നെ. ഇതാണ് എന്റെ വെബ് ക്യാം. സോ ഗൈസ് ഇത് കണ്ട, ഇതെന്റെ നെറ്റ്വർക്കിന് ഞാൻ അടിയിൽ കൂടെ ഇത് മാത്രം ഇപ്പൊ കുറച്ച് വൃത്തികേട് എന്ന് പറയുന്ന കേബിൾ വേറെ ഒരു കേബിളിലും ഇല്ല ഗൈസ്. മൊത്തത്തിൽ ഞാൻ കേബിൾ നല്ല പോലെ മാനേജ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ ഇതുപോലെയല്ല. കേബിൾസ് മൊത്തം ഒന്നും തന്നെ കാണത്തില്ല. എല്ലാം ഞാൻ ബാക്കിൽ ടാഗ് ഇട്ടിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ കേബിൾസ് ഒന്നും കാണത്തില്ല. എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഇല്ല. ഇതാണ് എന്റെ ക്യാപ്ചർ കാർഡ്. എന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഇതിലേക്ക് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന സംഭവങ്ങളെല്ലാം ക്വാളിറ്റിയിലാക്കുന്നത് ഈ ക്യാപ്ചർ കാർഡ് യൂസ് ചെയ്തിട്ടാണ് ഗൈസ്. എൻ്റെ മറ്റേ PC-ൻ്റെ കറണ്ട് പോയി കഴിഞ്ഞാൽ കുണോ അടിയുന്ന സാധനം ഇവിടെയാണ് ഫ്ലഗും കാര്യങ്ങളും മൊത്തം കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രം കുറച്ച് വയറുണ്ട്, പക്ഷെ ഇതൊന്നും കാണത്തേ ഇല്ല. ഇതൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. അലങ്കോലമായിട്ട് ഒരു സംഭവം വെച്ചിട്ട് നമ്മളെ പണ്ടത്തെ ചെയറാണ് ഗൈസ്. ഈ ചെയർ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. കാരണം മൊത്തത്തിൽ ഇതിന്റെ ലെതറും കാര്യങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. സോ ഇത് ഞാൻ മേ ബി കുറച്ച് ദിവസത്തിനുള്ളിൽ മാറ്റുന്നതായിരിക്കും. പിന്നെ ഈ ക്യാബിള് കുറച്ച് വൃത്തികേടായി കിടക്കുന്നത് കൊണ്ടായിരുന്നു ഞാൻ ഇവിടെ ഈ ചെടി പോലത്തെ ഈ സാധനം വെച്ചത്. പക്ഷെ ഇത് അതിനെക്കാട്ടും വൃത്തികേടായെന്ന് എനിക്കറിയത്തില്ല. തോന്നുന്നുണ്ട് വൃത്തികേടായ പോലെ. പക്ഷെ എന്നാലും കൊള്ളാം, അത്ര കുഴപ്പമൊന്നുമില്ല. വൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം ഓക്കെയാണ്. പിന്നെ ഇത് ഒരു നിയോൺ ലൈറ്റ്. ഇതെനിക്ക് ചെറിയൊരു ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്നപ്പോൾ ചെറിയ റേറ്റിന് കിട്ടിയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതൊരു സ്ക്രൂ ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്ത്. ഇതൊക്കെ കുഞ്ഞു ചെറിയ കാറ്. ഇത് നമ്മളെ ചെടി, നമ്മളെ കഴിഞ്ഞ വീട്ടിലുള്ള കപ്പ്, ഇത് നമ്മളെ കൺട്രോളർ. ഇത് വർക്കിംഗ് ആണ്, പക്ഷെ ഞാൻ യൂസ് ചെയ്തില്ല. നമ്മളെ പ്ലേ ബട്ടൺ. ഇത് വെക്കാൻ സ്ഥലം ഇല്ലായിരുന്നു ഗൈസ്. കുറെ കാലം നമുക്ക് ഇത് വെക്കാൻ സ്ഥലം ഇല്ലായിരുന്നു. എവിടെ കൊണ്ടുപോയി വെക്കുന്ന എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. സോ ഇവിടെ ഇപ്പോൾ വന്നേരാണ് ഇത് വെക്കാനൊരു സ്ഥലം കിട്ടിയത്. 2 തട്ടടിച്ചു. ഇതിൽ കുറച്ച് സാധനം വെച്ചു, ഇതിൽ കുറച്ച് സാധനം വെച്ചു. സോ ഹെഡ്സെറ്റ്, PC. ഇത് പ്രോട്ടോണിക്സിന്റെ ഒരു കീബോർഡാണ്. ഇത് നമ്മൾ പുതിയ വാങ്ങിച്ചാണ്. പഴയത് അടിച്ചു കേസ്. ഇതെന്റെ പഴയത്. ഇതിന്റെ ഏതൊരു W കംപ്ലൈന്റ് ആയിപ്പോയി. സോ ഇത് നന്നാക്കാൻ പറ്റും, പക്ഷെങ്കിൽ ഇത് ചെറിയ കീബോർഡാണ്. അപ്പൊ എനിക്ക് എഡിറ്റിങ്ങിനും കാര്യങ്ങളും എനിക്ക് ഈ കീസും കൂടി ആവശ്യമുണ്ട്. ഈ കീസും ഈ നമ്പേഴ്സും കൂടി ആവശ്യമുണ്ട് എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത്. ഞാൻ കുറെ ഷോർട്ട് കട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമ്പേഴ്സും കാര്യങ്ങളും മുകളിലാണ് വരുന്നത്. അപ്പൊ ഇത് ചെറുതായതുകൊണ്ട് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഞാൻ വലുത് തന്നെ വാങ്ങിച്ചു. ഇത് മെക്കാനിക്കലാണ് ഗൈസ്. സോ നല്ല ബഡ്ജറ്റിൽ അത്യാവശ്യം കിട്ടില്ല ക്വാളിറ്റി ഉള്ള
ഒരു സാധനമാണ്. റെസ്പോണ്ട് ടൈം അതും ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചിടത്തോളം ഇത് ഓക്കെയാണ് ഗൈസ്. ഈ കീബോർഡ് നമ്മളെ പിസിന്റെ ഉള്ളിലെ ലൈറ്റും കാര്യങ്ങളും ജിഫും കാര്യങ്ങളും നമ്മൾ പണ്ടേ തന്നെയാണ്. ഇതൊന്നും ഞാൻ ഒന്നും മാറ്റിയിട്ടൊന്നുമില്ല ഗൈസ്. പിന്നെ ഇത് ലിവായി ആണ് ഗൈസ്. ലിവായിന്റെ ലൈവ് വാൾപേപ്പർ ഇട്ടതാണ് ഇപ്പുറത്തും ഗൈസ്. ഇതാണ് നമ്മളെ അലമാര. ഇത് ഇവിടെ ഒരു ഡോറും സാധനവും ഉണ്ട്. അടിയിൽ നോക്കുകയാണെങ്കിൽ 3 വേറെ 1 2 3 ഇങ്ങനെ 3 കള്ളി ഉണ്ട് ഗൈസ്. ഇതിലെന്റെ മൊത്തം കച്ചറ കിടക്കുന്നുണ്ട് ഗൈസ്. കുറെ എന്തൊക്കെ വയറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പുറത്തെ വേറെ ഒരു ഡ്രസ് വെക്കാനുള്ള ഷെൽഫ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ തുറന്നിടാം. മൊത്തത്തിൽ എന്തൊക്കെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ വ്ളോഗ് ഫോണിങ്ങനെ കഴിഞ്ഞ് പിടിച്ച് വ്ളോഗ് എടുക്കാൻ ഭയങ്കര എടുക്കാറാണ്. ഭയങ്കര ദേഷ്യം പിടിക്കുന്നു. പിന്നെ വലിച്ചു കയറ്റുന്ന കർട്ടൻ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ വലിച്ചു കയറ്റുന്ന. സോ വേറെ ഒന്നും കാണിക്കാനായിട്ടില്ല ഗൈസ്. മൊത്തത്തില് എല്ലാം ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൈറ്റിന്റെ വെളിച്ചം ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ എന്റെ ഗെയിമിംഗ് വീഡിയോ കാണുമ്പോൾ കാണാം. അതിലുള്ള ലൈറ്റ് വരുന്നത് ഈ ഒരു സാധനം കുത്തിയിട്ടാണ്. ഇതിന് അത്യാവശ്യം നല്ല പവറാണ് ഗൈസ്. വിചാരിക്കുന്ന പോലെയല്ല. കണ്ടോ, കണ്ണടിച്ച് പോകും. ഇവിടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ കണ്ടോ എന്റെ മോന്ത കണ്ണടിച്ച് പോകും. അത്രക്ക് ലൈറ്റ് ആണ് ഗൈസ്. ഇതിന്റെ റിമോട്ടർ ഉണ്ട്. ഇതിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ കണ്ടു 50%, 100%, 30%. ലൈറ്റ് കുറയും. 50 ആക്കിയാൽ 100 ആക്കിയാൽ മൊത്തം കത്തും. സോ ഇതിന് മോഡുണ്ട്. ഇത് വൈറ്റ് മോഡ്, ഇത് യെല്ലോ മോഡ്, ഇത് ഡിസ്കോ. ഇതാണ് നോർമൽ. സോ സ്വിച്ച് ഇങ്ങനെ ഓഫാക്കാം. അയ്യാ തളർന്ന് ഗൈസ്. ഇതാണ് നമ്മളെ റൂമിലെ എല്ലാ സുവിശേഷതകളും. ഞാൻ ഓൾമോസ്റ്റ് ഇതിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കാണിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് കാണിക്കാമെന്നില്ല ഗൈസ്. എല്ലാം കാണിച്ചാൽ ഈ ഒരു സാധനം കൂടി വേണമെങ്കിൽ ഇത് ഞാൻ എൻ്റെ PC ക്ലീൻ ചെയ്യുന്ന സാധനമാണ് ഗൈസ്. വാക്യൂം ക്ലീനർ. ഞാൻ ഇത് വെച്ച് എപ്പോഴും ഇതിൻ്റെ പൊടി അടിക്കും ഗൈസ്. ഇതിൻ്റെ മണ്ടിൽ ഇങ്ങനെ കുറേ പൊടി വരും. സോ ഇതിങ്ങനെ വെച്ച് ഞാൻ കുളിച്ചിട്ടില്ലെങ്കിൽ നനച്ചിട്ടില്ലെങ്കിൽ എൻ്റെ PC ഇത് ഞാൻ എപ്പോഴും പൊടിയെടുത്ത് വൃത്തിയാക്കും. കാരണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പാട് എനിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ കുളിച്ചിട്ടില്ലെങ്കിലും നനച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പൊടി ഞാൻ എപ്പോഴും എടുക്കും. ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് റൂമിലെ എല്ലാ സാധനവും കാണിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഇനി റൂം ടൂർ വേണമെന്ന് പറയരുത്. കാരണം ചെയ്ത് കഴിഞ്ഞു എല്ലാം ഞാൻ കാണിച്ച്. ഇതിലിനി ഒന്നുമില്ല. ഇനി പുതിയ എന്തെങ്കിലും മൊത്തത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതാണെങ്കിൽ മാത്രം ഞാൻ ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോ വേണമെങ്കിൽ ഭാവിയിൽ ഇടാം. ഓക്കെ, ഇനി ഇതിൽ ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം ഇനിയൊന്നും ചെയ്യണ്ട. ഇനി ഇവിടെ സ്ഥലമില്ലടോ. എല്ലാവരും എല്ലാ സാധനം വെച്ച് കഴിഞ്ഞു. ഇനി സ്ഥലം എന്നുള്ള സാധനം ഇവിടെ ഇല്ല. ഇനി എനിക്ക് നടക്കാനുള്ള കുറച്ച് സ്ഥലം മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി മൊത്തം ഫുള്ളായി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്ത പുതിയ കണ്ടന്റായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.